മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ ഒരു ചരിത്ര വിചാരം, വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ പാഠവും പൊരുളുമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. നാളിതുവരെ നമ്മൾ 16 ക്ലാസ്സുകൾ പൂർത്തീകരിച്ചു. ഇന്ന് നമ്മൾ 17ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 19ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുക. വർത്തമാന പുസ്തകത്തിലെ 119 മുതൽ 124 വരെയുള്ള പേജുകളിലാണ് ഈ 19ാം പാഠം കടക്കുക. സൂചിപ്പിക്കുന്നത് പോലെ, നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെയും പഴയ പാഠങ്ങൾ കേൾക്കണം, വർത്തമാന പുസ്തകം വായിക്കണം. എങ്കിൽ മാത്രമേ ഈ ക്ലാസ് കൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഈ ക്ലാസ് എന്ന് പറയുന്നതൊരു ഗൈഡ് ലൈനാണ്. പാഠപുസ്തകത്തിലേക്ക് വളരെ ശാന്തതയോടെ എത്തുവാനും മനസ്സിലാക്കുവാനും ഉള്ള ഒരു എളുപ്പവഴിയാണ്. പാഠപുസ്തകം വായിച്ചതിന് ശേഷം ക്ലാസ് കേൾക്കുകയോ അല്ലെങ്കിൽ ക്ലാസ് കേട്ടതിന് ശേഷം പാഠപുസ്തകം വായിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ പാഠപുസ്തകം വായിക്കുന്നതിന് മുമ്പ് ക്ലാസ് കേൾക്കുകയും പാഠപുസ്തകം വായിച്ചതിന് ശേഷം ഒരിക്കൽ കൂടി ക്ലാസ് കേൾക്കുകയും ചെയ്യുക. തുടർന്ന് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ സഭയുടെ ചരിത്രം നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പഠിച്ച് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, എൻ്റെ സഭയുടെ പാരമ്പര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായ വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയിലാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് ഈ ക്ലാസ് നടത്തുന്നവരെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നൽവനായ ഈശോ, ഈ ക്ലാസ് കേൾക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ സഭയിലെ ഓരോ ചരിത്രവും അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കുവാനും കൂടുതൽ സഭയെ സ്നേഹിക്കുവാനുള്ള കൃപാവരം നൽകണമേ. അതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് സമൃദ്ധമായി നൽകണമേ. ആത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും നൽകിക്കൊണ്ട് ഞങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും കൂടുതൽ തീക്ഷ്ണതയോടെ സഭയുടെ ചരിത്രം പഠിക്കുവാനുള്ള കൃപയും നൽകണമേ. പ്രിയ സഹോദരങ്ങളെ, ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 19ാം പാഠം മലങ്കര സഭയുടെ ചരിത്രത്തിലെ സുപ്രധാനമായൊരു യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തിലെ 19ാം പാഠത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. തൂത്തുക്കുടി യാത്രയും അനുഭവങ്ങളും. പാറേമാക്കൽ തോമാ കത്തനാർ കരിയാറ്റിൻ മൽപ്പാനോടൊപ്പം റോമിന് നടത്തുന്ന യാത്രക്കിടയിൽ തൂത്തുക്കുടിയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ അനുഭവങ്ങളാണ് ഈ പാഠത്തിൽ വിവരിക്കുന്നത്. ഇതിനെ സാധാരണ നമ്മളെല്ലാ ക്ലാസ്സുകളും 5 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് കാണുക. ഇന്നത്തെ ക്ലാസ് നമ്മൾ അതുപോലെ 5 പ്രധാന ഭാഗങ്ങളായി തിരിക്കുകയാണ്. 1, തൂത്തുക്കുടി പള്ളിയും അവിടുത്തെ സവിശേഷതകളും. തൂത്തുക്കുടി അക്കാലത്ത് ഡച്ചുകാരുടെ നിയന്ത്രണത്തിലുള്ള കോട്ടയും മുത്തുവാരലും കപ്പൽ കച്ചവടവും നടക്കുന്ന പ്രധാന കേന്ദ്രവുമായിരുന്നു. അതിനാൽ അവിടുത്തെ പള്ളി കൊച്ചി രൂപതയിലെ മറ്റേതൊരു പള്ളിയേക്കാളും സമ്പന്നമായിരുന്നു. ജർമ്മൻകാരനായ തോമസ് മാവൂർ പാതിരിയായിരുന്നു അവിടുത്തെ വികാരി. 2ാമത്തെ പോയിൻ്റ്, മാവൂർ പാതിരിയും ഗോവൻ വൈദികരും തമ്മിലുള്ള തർക്കം. കൊച്ചി രൂപതയുടെ ഗോവർണദോർ സ്ഥാനമേറ്റ ഗോവക്കാരനായ പ്രസ്ക കയത്താനോ കൊയ്ത്ത മാവൂർ പാതിരിയെ വികാരി സ്ഥാനത്തു നിന്നും നീക്കി. എന്നാൽ ഡച്ച് ഗവർണറുടെ സഹായത്തോടെ മാവൂർ പാതിരി തന്നെ പകരം വന്ന ഗോവൻ പാതിരിമാരെ ബലമായി നാടുകടത്തി. ഈ രാഷ്ട്രീയ സഭാ തർക്കങ്ങൾക്കിടയിലാണ് കരിയാറ്റിൻ മൽപ്പാനും സംഘവും അവിടെ എത്തിച്ചേരുന്നത്. 3ാമത്തെ പോയിൻ്റ്, തെറ്റുദ്ധാരണയും തുടർന്നുള്ള സ്വീകരണവും.
തങ്ങളെ ശിക്ഷിക്കാൻ അധികാരികൾ അയച്ചവരാണ് കരിയാറ്റിൽ മൽപ്പാനും സംഘവും എന്നു കരുതി മാവൂർ പാതിരി ആദ്യം ഭയന്നു. എന്നാൽ അവർ പഴയ സുഹൃത്തുക്കളാണെന്ന് മനസ്സിലാക്കിയതോടെ അദ്ദേഹം അവരെ സ്വീകരിച്ചു. മാവൂർ പാതിരി സഭയ്ക്കായി ശേഖരിച്ച വിലപിടിപ്പുള്ള മുത്തുമാലകളും സ്വർണ്ണ കിരീടങ്ങളും അവരെ കാണിച്ചു കൊടുത്തു. എങ്കിലും സാധാരണഗതിയിൽ വൈദികർ നൽകാറുള്ള ആദരവ് അദ്ദേഹം കാണിച്ചില്ല. കടൽ യാത്രയും വൈപ്പാറ്റിലെ തടസ്സങ്ങളും. തൂത്തുക്കുടിയിൽ നിന്നും നാഗപട്ടണത്തിലേക്ക് പടവ് വഴി, അതായത് കപ്പൽ വഴി പോകാൻ അവർ തീരുമാനിച്ചു. യാത്രയ്ക്കിടയിൽ വൈപ്പാറ്റിൽ വെച്ച് ചരക്ക് കയറ്റാനായി അവർക്ക് കരയ്ക്കിറങ്ങേണ്ടി വന്നു. അവിടെ വെച്ച് കടുത്തുരുത്തിക്കാരനായ ചിലരെ കണ്ടുമുട്ടിയതും അന്തോണി ദ്വാർത്തി എന്ന പാതിരിയുടെ ഇരട്ടത്താപ്പിനെക്കുറിച്ച് അറിഞ്ഞതും യാത്രക്കാരെ വിഷമിപ്പിച്ചു. 5. പാമ്പനാറ്റിലെ അത്ഭുത സൗഖ്യവും നാഗപട്ടണത്തെ സ്വീകരണവും. യാത്രയ്ക്കിടയിൽ കഠിനമായ ചൂട് കാരണം പാറേമാക്കൽ കത്തനാർക്ക് ചെങ്കണ്ണ് ബാധിച്ചു. പാമ്പനാറ്റിൽ വെച്ച് കരിയാറ്റിൽ മൽപ്പാൻ കത്തനാരുടെ രോഗശാന്തിക്കായി കുർബാന ചൊല്ലുകയും ആ നിമിഷം തന്നെ രോഗം ഭേദമാവുകയും ചെയ്തു. തുടർന്ന് നാഗപട്ടണത്ത് എത്തിയപ്പോൾ അവിടുത്തെ വികാരി അവരെ ആട്ടിയോടിച്ചെങ്കിലും ഒരു പാവപ്പെട്ട ബുക്ക് ബൈൻഡർ അവരെ സ്വന്തം വീട്ടിലേക്ക് സ്വീകരിച്ചു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. പ്രധാനമായും 5 പോയിൻറ്റുകളിലൂടെയാണ് നമ്മൾ ക്ലാസ് 19ാമത്തെ പാദം വിവരിച്ചിരിക്കുക. മലങ്കര സഭയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് റോമിൽ യാത്രയിലേക്ക് ഇടയിലുണ്ടായ ഈ സംഭവങ്ങൾ ആണ് എഴുത്തുകാരൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുക. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പഠനപൂർവ്വം അതായിരിക്കാം. ഇത് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. തൂത്തുക്കുടി പള്ളി കൊച്ചി രൂപതയിലെ മറ്റു പള്ളിയേക്കാൾ സമ്പന്നമാകാൻ കാരണമെന്ത്? അവിടെ ഡച്ചുകാരുടെ കോട്ട ഉണ്ടായിരുന്നതിനാലും മുത്തുവാരൽ, കപ്പൽ കച്ചവടം എന്നിവ വഴി വലിയ വരുമാനം ലഭിച്ചിരുന്നതിനാലും. തൂത്തുക്കുടി പള്ളിയിലെ വികാരിയായിരുന്ന ജർമ്മൻകാരൻ ആരായിരുന്നു? തോമസ് മാവൂർ പാതിരി. തോമസ് മാവൂർ പാതിരിയെ വികാരി സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തത് ആരാണ്? കൊച്ചി ഇടവകയുടെ ഗവർണർ ആയ പ്രസ്ക കയത്താനോ കൊയ്ത്ത എന്ന ഗോവൻ പാതിരി. തന്നെ പുറത്താക്കാൻ വന്ന ഗോവൻ പാതിരിമാരെ മാവൂർ പാതിരി എങ്ങനെയാണ് നേരിട്ടത്? ഡച്ച് ഗവർണറുടെ സഹായത്താൽ അവരെ ബലമായി പിടിച്ച് പടവിൽ കയറ്റി കരകടത്തിവിട്ടു. കരിയാറ്റിൽ മൽപ്പാനും സംഘവും എത്തിയപ്പോൾ മാവൂർ പാതിരി ആത്രിയം പരിഭ്രാന്തനാകാൻ കാരണമെന്ത്? ഗോവൻ പാതിരിമാരോട് ചെയ്ത അതിക്രമത്തിനു പകരം ചോദിക്കാൻ മേലധികാരികൾ അയച്ചവരാണ് ഇവരെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. മാവൂർ പാതിരി പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന സവിശേഷമായ ഒരു വസ്തുവായി പാഠഭാഗത്ത് പറയുന്നത് എന്താണ്? കന്യകാമറിയത്തിൻ്റെ കയ്യിൽ പിടിപ്പിക്കുവാനായി വിലയേറിയ മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച 153 മണിയുള്ള കൊന്ത. യാത്രയുടെ ക്ഷീണം കാരണം തൂത്തുക്കുടിയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത് ആരാണ്? മാത്തൻ കത്തനാർ. അന്തോണി ദ്വാർത്തി എന്ന പാതിരിയെ
ഉൾക്കളവും ലോകാചാരവും നിറഞ്ഞവൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണമെന്താണ്? മൽപ്പാനെയും സംഘത്തെയും നേരിട്ട് കണ്ടപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുകയും എന്നാൽ അവർ പോയി കഴിഞ്ഞപ്പോൾ അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്തതിനാൽ. യാത്രക്കിടയിൽ പാറയമാക്കാൽ തോമാ കത്തനാർക്കാർക്ക് പിടിപെട്ട രോഗം എന്തായിരുന്നു? ചെങ്കണ്ണ്. തോമാ കത്തനാരുടെ കണ്ണുവേദന പെട്ടെന്ന് ഭേദമാകാൻ ഇടയാക്കിയ സാഹചര്യം വിവരിക്കുക. കരിയാറ്റിൽ മൽപ്പാൻ തോമാ കത്തനാർക്ക് വേണ്ടി കുർബാന ചൊല്ലിയ അതേ നിമിഷം തന്നെ അത്ഭുതകരമായി വേദന ശമിച്ചു. നാഗപട്ടണത്തെ പള്ളി വികാരിയായ ഫ്രാൻസിസ്കോ നൊസ്കാലൻ പാതിരി മൽപ്പാനോടും സംഘത്തോടും എങ്ങനെയാണ് പെരുമാറിയത്? അവരെ വീട്ടിൽ കയറ്റരുതെന്ന് വേലക്കാരനോട് ചട്ടം കിട്ടുകയും മുറി പൂട്ടി സ്ഥലം വിടുകയും ചെയ്തു. നാഗപട്ടണത്ത് വെച്ച് വികാരി കൈവിട്ടപ്പോൾ മൽപ്പാനെയും സംഘത്തെയും സഹായിച്ചത് ആരാണ്? ബുക്ക് ബൈൻഡിങ് ജോലി ചെയ്തിരുന്ന ഒരു സാധാരണക്കാരായ ആംഗ്ലോ ഇന്ത്യക്കാരൻ.